ബിഗ് ബോസിന് ശേഷം രേണുസുധിക്ക് നല്ല കാലമാണിത്. കേരളത്തിനകത്തും വിദേശത്തും നിന്നുമെല്ലാം നിരന്തരം പ്രമോഷനുകളും ഉദ്ഘാടനങ്ങളും എല്ലാമായി തിരക്കോട് തിരക്ക്. രേണു തന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയത് ദുബായിലേക്കായിരുന്നു. അന്ന് ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ ബിഗ് ബോസിന് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് രേണുസുധി. 6 മാസം മുമ്പ് വരെ 500 രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചാണ് ഞാൻ നടന്നിരുന്നുവെന്നാൽ ഇന്ന് തനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് രേണു പറയുന്നു. ഇതുവരെ ബിബിയിൽ നിന്ന് എവിക്റ്റായ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് അതിൽ ആക്റ്റീവ് അല്ലാത്തതെന്ന് തോന്നുന്നു. പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ കൂടുതലായാലും ഉപയോഗിക്കുന്നത്. കോൾ, മെസ്സേജ് എന്നിവയൊന്നും അധികം ചെയ്യാറില്ല. രേണുസുതി കിട്ടാറില്ലെന്ന് മത്സരാർത്ഥികൾ ഗ്രൂപ്പിൽ പറയാറുണ്ടെന്ന് രേണു സംസാരിച്ചു തുടങ്ങി. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് റീൽ പുറത്തിറങ്ങിയപ്പോഴാണ് ആദ്യമായി എനിക്ക് ദുബായ് ട്രിപ്പ് ഓഫർ വരുന്നത്. പക്ഷെ പലവിധ കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ബിഗ് ബോസിന് ശേഷം വീണ്ടും അവസരം വന്നു. സുധിച്ചേട്ടൻ്റെ സുഹൃത്തായ റോയിയാണ് എന്നെ ദുബായിലേക്ക് പ്രൊമോഷന് വേണ്ടി കൊണ്ടുപോയത്. സേഫായി കൊണ്ടുപോയി കൊണ്ടുവിട്ടു. നല്ല മാനേജ്മെൻ്റ് ആയിരുന്നു പാപ്പിലോൺസിൻ്റേത്. ഞാൻ പോയി വന്ന ശേഷം പ്രൊമോഷന് വേണ്ടി വന്നത് നടൻ കൈലാഷായിരുന്നു. ബാർ റെസ്റ്റോറൻ്റ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും അയ്യെന്ന് തോന്നും. അതൊരു ഫാമിലി ബാർ റെസ്റ്റോറൻ്റ് ആണ്. എല്ലാവരും കുടുംബമായിട്ടാണ് വരുന്നത്. ഡ്രിങ്ക്സ് താല്പര്യമുള്ളവർ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഒമാനിൽ നിന്ന് വളരെ നല്ല ആൾക്കാർ വരെ എന്നെ കാണാൻ വരുമായിരുന്നു. ഞാനൊരു കലാകാരിയാണ്. അതുകൊണ്ട് തന്നെ പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും എന്നും തെറ്റില്ല. കള്ളുകുടിയന്മാരുടെ ഇടയിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നുവെന്നുള്ള കമൻ്റൊക്കെ കണ്ടിരുന്നു. മദ്യപിക്കാത്തവർ ചുരുക്കമല്ലേ ഉള്ളൂ. സുധിച്ചേട്ടനും മദ്യപിച്ചയാളാണ്. കലാകാരന്മാർ മിക്കവരും മദ്യപിക്കുന്നവരാണ്. റെസ്റ്റോറൻറ്റിൽ വരുന്നവർ ഡാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ പ്രൊമോഷന് വേണ്ടിയാണ് അവിടെ ചെന്നത്. പിന്നെ എൻ്റെ മൂത്ത മകനോടും എൻ്റെ കുടുംബത്തോടും കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഞാൻ പോയി തിരിച്ച് സന്തോഷകരമായി വന്നത്. ഇതിൽ കൂടുതൽ വേറെ ആരെയും ഞാൻ ബോധിപ്പിക്കാനില്ല. ടൂറ് പോയതല്ല, ഞാൻ ദുബായിലേക്ക് പോയത്. ബുർജ് ഖലീഫ കാണാൻ കൊണ്ടുപോകാമെന്ന് വരെ അവിടെയുള്ളവർ പറഞ്ഞു. ഞാൻ എവിടെയും പോയില്ല. ജോലി കഴിഞ്ഞ് റൂമിൽ കിടന്നുറങ്ങും, അത്രമാത്രം. 6 മാസം മുമ്പ് ഒരു 500 രൂപയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ ആരോടെങ്കിലും 500 രൂപ ചോദിക്കണം എന്ന് വരെ കരുതിയിരുന്നു. പലരും ആ സമയത്ത് സഹായിച്ചു. 500 ചോദിച്ചാൽ 1000 തന്നവരുണ്ട്. ഒന്നും തരാനില്ലെന്ന് പറഞ്ഞവരുമുണ്ട്. ലക്ഷങ്ങളോ കോടികളോ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ 500 രൂപയ്ക്ക് വേണ്ടി തൊടേണ്ട അവസ്ഥ എനിക്കിന്നില്ല. വീട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും എൻ്റെയും കാര്യങ്ങൾ നടന്നു പോകാനുള്ള വരുമാനമുണ്ട് എനിക്കിപ്പോൾ. പണ്ട് എൻ്റെ അക്കൗണ്ടിൽ സീറോ ബാലൻസ് ആയിരുന്നു. ഇപ്പോൾ ആ അവസ്ഥ മാറി.